ഒരു ദിവസം കാട്ടിലെ രാജാവായ സിംഹത്തിന് ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വരുന്നുണ്ടോ എന്ന് സംശയം തോന്നി. അവിടെ കണ്ട ഒരു കുരങ്ങനോട് കാര്യം തിരക്കി. കുരങ്ങന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: പ്രഭോ, അങ്ങയുടെ ശരീരത്തിൽ നിന്ന് മനോഹരമായ സുഗന്ധമാണ് വരുന്നത്. അത് ആസ്വദിക്കുന്നത് തന്നെ ആനന്ദമാണ്. സിംഹത്തിന് കുരങ്ങൻ തന്നെ പരിഹസിക്കുന്നതായാണ് തോന്നിയത്. കോപത്തിൽ സിംഹം കുരങ്ങനെ കൊന്നുകളഞ്ഞു. തൊട്ടടുത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു മാൻ നിൽക്കുന്നുണ്ടായിരുന്നു. സിംഹം ഇതേ ചോദ്യം മാനിനോട് ആവർത്തിച്ചു. കുരങ്ങിന്റെ അവസ്ഥ കണ്ട് ഭയപ്പെട്ട മാൻ ഇപ്രകാരം ഉത്തരം പറഞ്ഞു: പ്രഭോ, എനിക്ക് സത്യം പറയാതിരിക്കാൻ കഴിയുന്നില്ല. അങ്ങയുടെ ശരീരത്തിന് വല്ലാത്ത ദുർഗന്ധമാണ്. അത് കാരണം ആർക്കും തന്നെ അങ്ങയുടെ അടുത്തെങ്ങും വരാൻ തോന്നുന്നില്ല. മറ്റെല്ലാ മൃഗങ്ങളും ഇത് രഹസ്യമായി പറയാറുണ്ട്. സത്യാവസ്ഥ മനസ്സിലാക്കിയ സിംഹത്തിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. കോപത്തിൽ അത് മാനിനെയും കൊന്നുകളഞ്ഞു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു കുറുക്കൻ അടുത്തു തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അടുത്തത് തന്റെ ഊഴമാണെന്ന് അവന് മനസ്സിലായി. സിംഹം കുറുക്കനോടും ചോദ്യം ആവർത്തിച്ചു. കുറുക്കൻ വിനയത്തോടെ മറുപടി പറഞ്ഞു: പ്രഭോ, എനിക്ക് സത്യം പറയണമെന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ 3 ദിവസമായി എനിക്ക് വല്ലാത്ത ജലദോഷമാണ്. ആഹാരത്തിന്റെ പോലും ഗന്ധം മനസ്സിലാകുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ ഇത് പറയുന്നത്? ഇത് കേട്ട സിംഹം കുറുക്കനെ വെറുതെ വിട്ടു. ജീവിതത്തിൽ എല്ലാ സത്യവും വിളിച്ചു പറയണമെന്നില്ല. അതുപോലെ തന്നെ എല്ലാ കള്ളവും നമ്മെ രക്ഷിക്കില്ല. എല്ലാ ചോദ്യവും മറുപടി അർഹിക്കുന്നുമില്ല. ചിലപ്പോഴൊക്കെ മൗനമാണ് ഏറ്റവും നല്ല മറുപടി. ചില ചോദ്യങ്ങൾക്ക് അഭിപ്രായമൊന്നും പറയാതെ അവഗണിക്കുന്നത്. Hey! Get him out of here! ഒരു ദിവസം വേദനയോടെ ആണി ചുറ്റികയെ നോക്കി ചോദിച്ചു: നീ എന്തിനാണ് എപ്പോഴും എന്നെ അടിക്കുന്നത്? ചുറ്റിക തല താഴ്ത്തി മൃദുവായി മറുപടി പറഞ്ഞു: ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി അടിക്കുന്നതല്ല, നിന്നെ ലക്ഷ്യത്തിലെത്തിക്കാൻ സഹായിക്കുന്നതാണ്. പക്ഷേ അതിന് വല്ലാത്ത വേദനയാണ്. ആണി പരാതിപ്പെട്ടു. ചുറ്റിക പറഞ്ഞു: എനിക്കറിയാം. പക്ഷേ ആ അടികളില്ലാതെ നീ ഒരിക്കലും മരത്തിൽ ആഴത്തിൽ തറച്ചു കയറില്ല. നീ ഒരിക്കലും ഉറച്ചതാകില്ല. അതുപോലെ നിനക്കൊന്നിനെയും താങ്ങി നിർത്താനും കഴിയില്ല. ആണി അല്പസമയത്തേക്ക് നിശബ്ദനായി. എന്നിട്ട് ചോദിച്ചു: ഇങ്ങനെ തുടർച്ചയായി അടിച്ചുകൊണ്ടിരുന്നാൽ നിനക്ക് മടുത്തു പോകില്ലേ? അതെ, ചുറ്റിക പറഞ്ഞു. പക്ഷേ നിന്നെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ സഹായിക്കുന്നത് കൊണ്ട് എന്റെ പരിശ്രമത്തിന് മൂല്യമുണ്ട്. ആണി നനുത്ത ശബ്ദത്തിൽ പറഞ്ഞു: വേദനിച്ചാലും എന്നെ മുന്നോട്ട് തള്ളിക്കയറാൻ സഹായിക്കുന്നതിന് നന്ദി. എന്നെ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ചു പോകാതിരുന്നതിനും നന്ദി. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമുക്ക് ആത്മാർത്ഥതയും വിശ്വസ്ത Download ShareChat. നല്ല ചിന്ത. ഒരു ധനിക സ്ത്രീ തൻ്റെ സുഹൃത്തിനോടൊപ്പം ഒരു ഭക്ഷണശാലയിൽ കയറി. അവർ ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സാധു പെൺകുട്ടി അവരുടെ അരികിലെത്തി. ഉടൻ തന്നെ ആ സുഹൃത്ത് ഈ ഭിക്ഷക്കാരിയെ പുറത്താക്കൂ എന്ന് പറഞ്ഞു. പക്ഷേ ആ ധനിക സ്ത്രീ അതിന് സമ്മതിക്കാതെ ആ കുട്ടിക്ക് ഭക്ഷണം വാങ്ങി നൽകുകയും മാനേജരോട് ആ കുട്ടി എപ്പോൾ വന്നാലും ഭക്ഷണം കൊടുക്കണം എന്ന് താൻ അതിൻ്റെ പണം തന്നുകൊള്ളാമെന്നും പറഞ്ഞു.
അവർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കാറിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് പേഴ്സ് ശ്രദ്ധിക്കുന്നത്. അത് കാണാനില്ല. ഉടൻ തന്നെ സുഹൃത്ത് പറഞ്ഞു, അത് ആ ഭിക്ഷക്കാരി പെൺകുട്ടി എടുത്തതാവും. അവർ പെട്ടെന്ന് ഭക്ഷണശാലയിലെത്തി ആ പെൺകുട്ടിയോട് പേഴ്സിനെ കുറിച്ച് ചോദിച്ചു. അവൾ പറഞ്ഞു, അയ്യോ, ഞാനത് കണ്ടില്ലല്ലോ എന്ന്. ആ സുഹൃത്ത് പെട്ടെന്ന് അവളുടെ സഞ്ചി പരിശോധിക്കുകയും അതിൽ നിന്ന് ആ പേഴ്സ് കണ്ടെടുക്കുകയും ചെയ്തു. സുഹൃത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, അവൾ തന്നെ ആയിരിക്കും അതെടുത്തതെന്ന്. എന്നാൽ ഭക്ഷണശാല മാനേജർ പറഞ്ഞു, നമുക്ക് CCTV ഒന്ന് പരിശോധിച്ചാലോ? സുഹൃത്ത് പറഞ്ഞു, അതെന്തിന്? കള്ളനെ കിട്ടിയല്ലോ. പക്ഷെ ധനികയായ സ്ത്രീ അത് നോക്കാൻ തയ്യാറായി. അപ്പോഴാണ് ഒരു സത്യം മനസ്സിലായത്. ആ പെൺകുട്ടിയുടെ സഞ്ചിയിൽ തൻ്റെ പേഴ്സ് സൂത്രത്തിൽ വെച്ചത് തൻ്റെ സുഹൃത്തായിരുന്നു. അപ്പോൾ തന്നെ ആ ധനിക ആ സുഹൃത്തിനോട് ബായ് പറഞ്ഞു. എളിയവരെ വെറുക്കുന്ന അനേകം ആളുകൾ ഈ ലോകത്തിലുണ്ട്. അവരെ പീഡിപ്പിക്കുന്നതും ഇല്ലാത്ത കുറ്റം ചുമത്തുന്നതും ചിലർക്ക് ഇഷ്ടമാണ്. എളിയവരുടെ ഏക കുറ്റം അവർക്ക് സമ്പത്തില്ല എന്നത് മാത്രമല്ലേ? അതുകൊണ്ട് തന്നെ അവരുടെ വസ്ത്രം മുഷിഞ്ഞതാവാം. പലപ്പോഴും പട്ടിണിയായതിനാൽ ശരീരപുഷ്ടി ഉണ്ടായില്ല എന്ന് വരാം. അതിനാൽ സ്റ്റാറ്റസ് ഇല്ല എന്ന് നാം പറയുകയും ചെയ്യും. ഒറ്റനോട്ടത്തിൽ തീരെ സംസ്കാരമില്ലാത്തവർ എന്ന് നമുക്ക് പറയുകയും ചെയ്യാം. എന്നാൽ ധനികരോ അവരെ കണ്ടാൽ സംസ്കാര സമ്പന്നരാണെന്ന് തോന്നും. ധാരാളം പണം, എല്ലാ ആഡംബര സൗകര്യങ്ങളും, അതാണ് സ്റ്റാറ്റസിൻ്റെ മാനദണ്ഡം എന്നാണ് അവർ കരുതുന്നത്. എന്നാൽ സ്വഭാവ വൈശിഷ്ട്യം അവർ കണക്കാക്കാറില്ല. ധനികരായ എല്ലാവരും ഉന്നതനായ സ്വഭാവ വൈശിഷ്ട്യം ഉള്ളവരായിരിക്കണം എന്നില്ലല്ലോ. പക്ഷെ നാം അവഗണിക്കുന്ന പല സാധുക്കളിലും ആ വൈശിഷ്ട്യം ഉണ്ടാവുകയും ചെയ്തു എന്ന് വരാം. ധനികരുടെ അഹങ്കാരം ഒരിക്കലും എളിയവർക്ക് ഉണ്ടാകുവാൻ സാധ്യതയില്ല. പക്ഷേ അനേകം ധനികരും അഹങ്കാരികളും ധാർഷ്ട്യക്കാരും ആവാം. എന്നാൽ എളിയവരെ കരുതുവാൻ മനസ്സുള്ള അനേക ധനികർ ഉണ്ടെന്നതും നാം വിസ്മരിക്കരുത്. ആകയാൽ ബാഹ്യമായ കാഴ്ചപ്രകാരം ആരെയും വിധിക്കാതെയും കുറ്റപ്പെടുത്താതെയും ഇരിക്കാൻ നമുക്ക് കഴിയണം. എല്ലാവരോടും മാന്യമായി ഇടപെടാൻ കഴിയണം. എളിയവർ എന്ന കാരണത്താൽ ആരെയും പുച്ഛിക്കാതിരിക്കാൻ നമുക്ക് സാധ്യമാകണം. അതിനുള്ള സമർപ്പണ ബോധത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. സ്നേഹം, കരുതൽ, കാത്തിരിപ്പ്. സ്നേഹം സകലതും സ്നേഹിക്കുന്നു, സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു. Jesus said to them, "Do not be afraid. Go and tell my brothers to go to Galilee, and there they will see me." Matthew 28:10. Praise the Lord. Good morning. Praise the Lord. Trust God in every situation. Walk in courage. On this Monday, the blessing of the Lord be abundantly with us. Amen. പ്രണയത്തിൻ്റെ അനശ്വരത. നമ്മുടെ ജീവിതയാത്രയിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി കാണാൻ ആർക്കും കഴിയില്ല. വിധി നിശ്ചയിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും നാം നിസ്സഹായരായേക്കാം. എങ്കിലും ആ അനിശ്ചിതത്വങ്ങൾക്കിടയിലും മാറാതെ നിൽക്കുന്ന ഒന്നാണ് നിന്നോടുള്ള എൻ്റെ സ്നേഹം. ലോകം എത്ര മാറിയാലും, കാലം എത്ര കടന്നുപോയാലും
നിന്നെ സ്നേഹിക്കുക എന്നത് എൻ്റെ മനസ്സിൻ്റെ തീരുമാനമല്ല, മറിച്ച് അതിൻ്റെ അസ്തിത്വത്തിൻ്റെ ഭാഗമാണ്. ഓരോ നിമിഷവും നിന്റെ സാമീപ്യം ആഗ്രഹിക്കുന്ന എൻ്റെ ഹൃദയം വിധി നമുക്കായി എന്ത് കരുതി വച്ചിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം നേരിടാൻ തയ്യാറാണ്. കാരണം നീ എന്ന വ്യക്തി എൻ്റെ ചിന്തകളിലും സ്വപ്നങ്ങളിലും അത്രമേൽ ആഴത്തിൽ പതിഞ്ഞുപോയിരിക്കുന്നു. നിന്നെ പ്രണയിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ അത് കേവലം വാക്കുകളല്ല, മറിച്ച് എൻ്റെ ആത്മാവ് നിന്നോട് നടത്തുന്ന സത്യപ്രതിജ്ഞയാണ്. നീ എന്നും എൻ്റെ ഹൃദയത്തിൻ്റെ മണിച്ചപ്പിൽ ഒരു നിധി പോലെ സുരക്ഷിതനായിരിക്കും. നമ്മൾ ഒരുമിച്ച് ഉണ്ടായാലും ഇല്ലെങ്കിലും എൻ്റെ ഓരോ ശ്വാസത്തിലും നിൻ്റെ ഓർമ്മകളുടെ സുഗന്ധം ഉണ്ടായിരിക്കും. വിധി നമ്മളെ എവിടെ എത്തിച്ചാലും എൻ്റെ പ്രണയം ഒരു മങ്ങലുമില്ലാതെ എന്നും നിന്നോടൊപ്പം സഞ്ചരിക്കും. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടം നിൻ്റെ ഹൃദയം, എൻ്റെ ഹൃദയത്തിൽ നിനക്കുള്ള ഇടവുമാണ്. കടപ്പാട്. ജീവിക്കാൻ കാമുകിയോ കാമുകനോ വേണമെന്ന് നിർബന്ധമില്ല. എന്നാൽ എല്ലാം തുറന്നു പറയാൻ, നമ്മളെ കേൾക്കാൻ, ആശ്വസിപ്പിക്കാൻ ഒരു സൗഹൃദം വേണം എന്നത് നിർബന്ധമാണ്. പ്രണയമാണോ സൗഹൃദമാണോ വലുതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സൗഹൃദം തന്നെയാണെന്ന്. കാരണം ഒരാൾ കേൾക്കാൻ തയ്യാറായാൽ മറ്റൊരാൾ തുറന്നു പറയാൻ ധൈര്യപ്പെടുമ്പോൾ ജനിക്കുന്ന ശുദ്ധമായൊരു ബന്ധമാണ് സൗഹൃദം. നിങ്ങൾക്ക് എങ്ങനെയുള്ള സൗഹൃദങ്ങളാണ് ഇഷ്ടം? വാപ്പയും മോളും പകരം വയ്ക്കാനില്ലാത്ത സ്നേഹബന്ധം. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെ ഹീറോ അവളുടെ വാപ്പ തന്നെയാണ്. ലോകം മുഴുവൻ എതിർത്താലും തനിക്ക് തണലായി നിൽക്കാൻ ഒരാളുണ്ടാകും എന്ന ഉറപ്പാണ് ആ കൈകൾ നൽകുന്നത്. മകളുടെ കൊച്ചു കൊച്ചു പരിഭവങ്ങളും കുറുമ്പുകളും ആസ്വദിക്കുന്ന, അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന ആ സ്നേഹം ഒരു കടൽ പോലെയാണ്. നിശബ്ദമാണെങ്കിലും അതിന് ആഴമേറെയാണ്. വാപ്പയുടെ വിരൽത്തുമ്പിൽ തൂങ്ങി നടന്ന് തുടങ്ങിയ ആ കാലം മുതൽ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തയാകുന്നതുവരെ ആ തണൽ കൂടെയുണ്ടാകും. ഒരു മകൾക്ക് അവളുടെ വാപ്പയോളം സുരക്ഷിതത്വം നൽകുന്ന മറ്റൊരു ഇടം ഈ ഭൂമിയിലില്ല. മകൾ ചിരിക്കുമ്പോൾ വിരിയുന്ന വാപ്പയുടെ മുഖത്തെ ആ സന്തോഷം ഒരു പ്രത്യേക അനുഭൂതിയാണ്. തൻ്റെ മകൾക്ക് നല്ലൊരു ഭാവി നൽകാൻ വേണ്ടി സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കുന്ന ആ മനസ്സ് ആരും കാണാതെ പോകുന്ന വലിയൊരു ത്യാഗമാണ്. മകളുടെ കണ്ണു നിറയുമ്പോൾ ഉള്ളുലയുന്നതും അവൾ വിജയിക്കുമ്പോൾ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്നതും ആ പിതാവാണ്. വാപ്പയും മോളും തമ്മിലുള്ള ബന്ധം വെറും രക്തബന്ധമല്ല, അത് ആത്മാക്കൾ തമ്മിലുള്ള സുന്ദരമായൊരു ഉടമ്പടിയാണ്. വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ടവർക്കായി ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കാൻ നമ്മുടെ ഇടയിൽ നിന്നും വിട്ടുപോയ പിതാക്കന്മാരെ ഓർക്കുമ്പോൾ മനസ്സ് വിങ്ങുമെങ്കിലും അവർ ബാക്കി വെച്ചുപോയ സ്നേഹത്തിൻ്റെ തണലിലാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത്. അത്തറിൻ്റെ മണമുള്ള ഓർമ്മകളായി എന്നും ആ പ്രാർത്ഥനകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ മുഖങ്ങൾ ഒരിക്കലും മരിക്കില്ല. പിതാവിനെ നഷ്ടപ്പെട്ട മക്കൾക്ക് ആ ശൂന്യത എത്ര വലുതാണെന്ന് അറിയാം. എങ്കിലും അവർ കാണിച്ചു തരുന്ന വഴികളിലൂടെ നടക്കുമ്പോൾ ഓരോ കാൽവെപ്പിലും ആ സാന്നിധ്യം കൂടെയുള്ളതുപോലെ തോന്നും. മോളെ, ഞാൻ നിൻ്റെ കൂടെ തന്നെയുണ്ട്. നിൻ്റെ പുഞ്ചിരിയിലാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. ഓരോ പ്രാർത്ഥനയിലും നിൻ്റെ നന്മകൾക്കായി ഞാൻ കരുതിയിരിക്കുന്നു. ആ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം. വാപ്പയുടെ നെഞ്ചിലെ ചൂടാണ് ഒരു മകളുടെ ഏറ്റവും വലിയ ആശ്വാസം. മകൾക്ക് വേണ്ടി ലോകത്തോട് പൊരുതുന്ന പോരാളിയാണ് ഓരോ പിതാവും. ഓർമ്മകളിൽ മാത്രം അവശേഷിക്കുന്ന വാപ്പമാർ നമ്മുടെ ഹൃദയത്തിലെ കെടാത്ത വിളക്കുകളാണ്. കൂടെയില്ലെങ്കിലും ആ തണൽ ഇന്നും എന്നെ പൊതിഞ്ഞ് നിൽക്കുന്നു. വാപ്പയുടെ ഓരോ വാക്കും എൻ്റെ ജീവിതത്തിലെ വഴികാട്ടിയാണ്. വിട്ടുപോയ വാപ്പമാരുടെ മക്കൾക്കായി ചില ഓർമ്മത്തുണ്ടുകൾ. നിന്റെ കണ്ണുകൾ നിറയുമ്പോൾ കാറ്റായി വന്ന് ഞാനവ തുടയ്ക്കാറുണ്ട്, ആരും കാണാതെ. വാപ്പ പോയത് എങ്ങോട്ടുമല്ല, നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടിയായി ദൈവത്തിൻ്റെ അരികിലുണ്ട്. ഓരോ തവണ നീ തളരുമ്പോഴും നിൻ്റെ ഉള്ളിലെ കരുത്തായി ഞാനുണ്ടാകും. എൻ്റെ മകൾ തനിച്ചല്ല. ലോകം കാണാത്ത സ്നേഹത്തിൻ്റെ ഒരു കവചം എപ്പോഴും നിനക്ക് ചുറ്റുമുണ്ട്. ഈ
ഈ കഥ കടപ്പാട്. ഈ കഥ ഞാൻ ഇവിടെ ഈ അനുഭവം ഒരാളോട് ഞാനിവിടെ പറഞ്ഞപ്പോൾ എൻ്റെ കല്യാണം കഴിയുന്നതിനേക്കാളും മുന്നേ മരിച്ചുപോയ എൻ്റെ അപ്പനെയാണ് ഞാൻ ഓർക്കുന്നത്. എന്നെ ഈ 10 മക്കൾ കഷ്ടപ്പാടും ദുരിതവും മക്കളെ നോക്കുന്ന കഷ്ടപ്പാടും എല്ലാത്തിൻ്റെ ഇടയിൽ എന്നോട് അപ്പന് ഒരു പ്രത്യേക സ്നേഹമുണ്ടെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. മരിക്കുന്നതിൻ്റെ തലേദിവസം അപ്പൻ എന്നോട് പറഞ്ഞു, മോളെ ഓമനെ, നീ ഒരു കാര്യം ചെയ്യൂ, എനിക്ക് പുറം വേദനിച്ചിട്ട് സഹിക്കുകയ്യ, നീ ഒന്ന് എൻ്റെ പുറത്ത് കാലുകൊണ്ടൊന്ന് ചവിട്ടി ഒഴിയോ. ഞാൻ ഉടനെ പറഞ്ഞു, എന്താപ്പം അങ്ങനെ പറയുന്നത്, പുറത്ത് കാലുകൊണ്ട് ഞാൻ ചവിട്ടണത് എങ്ങനെയാണ്? എൻ്റെ വേദനയ്ക്ക് ഒരാശ്വാസം കിട്ടാൻ ഇത് ധൈര്യമായിട്ട് നീ പുറത്ത് കാല് വെച്ച് ചവിട്ടിക്കോ, ഒഴിഞ്ഞു തന്നോ. അതിപ്പോൾ ഞാൻ ഓർക്കുകയാണ്. പക്ഷേ അപ്പം മരിച്ച് 3-ാമത്തെ ദിവസം അപ്പൻ രാത്രി എൻ്റെ മുന്നിൽ, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എൻ്റെ മുന്നിൽ എൻ്റെ അപ്പൻ വന്നു നിന്നു. വെള്ള ഷർട്ടും മുണ്ടൊക്കെ എടുത്തിട്ട് ചിരിക്കുന്ന മുഖത്തോടു കൂടി അപ്പൻ എന്നോട് പറയാണ്, മരിച്ചുപോയ ആ ആത്മാവ് എൻ്റെ മുന്നിൽ വന്ന് പറയുകയാണ്, എൻ്റെ അപ്പനെ ഞാൻ നേരിട്ട് കാണുന്ന പോലെ, മോളെ നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം തീരും, എനിക്ക് അതിന് പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിക്കും, നമ്മുടെ വീട്ടിലെല്ലാ കഷ്ടപ്പാടും തീരും. അപ്പം എൻ്റെ 2 അനിയത്തികളുടെയും കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മരിക്കണ നേരത്ത് 3 പേരെയും നോക്കിയിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വന്നു. മരിക്കുന്ന ആ സന്ദർഭത്തിൽ അപ്പൻ്റെ കടമകൾ നിറവേറ്റാൻ കഴിയാത്തൊരു പിതാവിൻ്റെ ദുഃഖം ആ കണ്ണുകളിലൂടെ ധാരയായി ഒഴുകി മരിക്കുന്നതിന് മുൻപെന്ന് പറഞ്ഞ പോലെ. എന്നിട്ടാണ് ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയത്. വിഷമാവസ്ഥയിൽ പോയി അവിടെ എത്തിയപ്പോഴേക്കും മരിച്ചു. പക്ഷേ ആ ആത്മാവ് അപ്പൻ്റെ ശരിക്കും എൻ്റെ മുന്നിൽ നിൽക്കുന്ന പോലെ തന്നെ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാം മോള് വിഷമിക്കണ്ട, നിങ്ങളെല്ലാം നല്ല നിലയിൽ എത്തിച്ചേരും, വിവാഹമൊക്കെ കഴിഞ്ഞ് നല്ല നിലയിൽ എത്തിച്ചേരും എന്ന് പറഞ്ഞ് അപ്പൻ എന്തോ എൻ്റെ തലയിൽ കൈയിട്ട് തലോടുന്ന പോലത്തെ ഒരു തോന്നൽ. അപ്പോഴാണ് ഞാൻ അപ്പൻ്റെ കൈ പിടിക്കാൻ വേണ്ടിയിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കണേ. നമ്മുടെ മരിച്ചുപോയ അപ്പന്മാരെല്ലാം നമുക്ക് വേണ്ടി പരലോകത്ത് പ്രാർത്ഥിക്കും. അവരുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും. അവരുടെ ഈ ഭൂമിയിലെ കഷ്ടപ്പാടും സഹനങ്ങളും എല്ലാം നമുക്ക് വളരെ നല്ലതേ വരുത്തൂ നമ്മുടെ ജീവിതത്തിൽ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗുഡ് നൈറ്റ്.